കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ സിലബസ് മാറിയതിൻ്റെ ടെൻഷനിലും കൂടി ആയിരിക്കും അല്ലേ. അപ്പോൾ സിലബസ് മാറിയതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. എൻ്റെ മക്കൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ അതിവിടെ എല്ലാവരും സെറ്റ് ആക്കിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ ദാ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ തന്നെ വായിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ചോദ്യം. ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് ആ പിക്ചർ ഒന്ന് ഷെയ്ഡ് കാണുന്നില്ലെങ്കിൽ മിസ് വരച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ 4 സർക്കിൾസ് ആണ് കൊടുത്തത് അല്ലേ. 4 സർക്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 സർക്കിൾസിൻ്റെ അകത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, അതെന്താക്കിയിട്ടുണ്ട്, കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലേടാ, നിങ്ങൾ പാർട്ട് നമ്പറിൽ ഭാഗങ്ങളുടെ സംഖ്യ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ അവിടെയുള്ള ഡിവിഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിങ്ങൾക്ക് നേരെ നടുവിലൂടെ 1/2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് 4 സെക്ഷനാക്കി. ഇത് എത്ര സെക്ഷൻ ആക്കിയിട്ടുണ്ടടാ? 6 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്തത് അതിനേക്കാൾ കൂടുതലല്ലേ, ഇതിനേക്കാൾ കൂടുതലായിട്ട് ദേ കുറേ സെക്ഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. കാണുന്നുണ്ട് എൻ്റെ കുട്ടികൾ. ഇനി അതിൻ്റെ അകത്തും നിങ്ങൾക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ആകെ ഷെയ്ഡ് കൊടുത്തത് ഈ ഒരു ഹാഫ് പോർഷനിൽ മാത്രമാണ്. പക്ഷെ അടുത്തത് അങ്ങനെയാണോ നോക്കിക്കേ നിങ്ങൾ. അടുത്തത് ഇതാ നോക്കിക്കേ, ഷെയ്ഡ് കൊടുത്ത പോർഷൻസ് മാത്രം എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ 4 ഭാഗങ്ങളിൽ 3 എണ്ണത്തിന്. അടുത്ത നോക്കിക്കേ, 6 ഭാഗങ്ങളാക്കിയോ അല്ല 8 ഭാഗങ്ങളാക്കിയതിൽ 4 എണ്ണത്തിന്. ഇനി അടുത്ത 12 ഭാഗങ്ങളാക്കിയതിൽ ഇത് ഈ ഭാഗത്ത് മാത്രമേ ഷെയ്ഡ് കൊടുത്തുള്ളൂ. കാണുന്നുണ്ടാവല്ലോ. ഇനി ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ. ഓരോ ചിത്രത്തിലെയും ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ദാറ്റ് ഓഫ് ഈച്ച് പിക്ചർ. അപ്പം നിങ്ങൾക്ക് എഴുതാലോ. ആദ്യത്തെ പോർഷനിൽ 2 എണ്ണത്തിൽ 1 എണ്ണം എന്ന് പറഞ്ഞാൽ 1/2 പോർഷൻ അല്ലേ. 1/2 പോർഷൻ ആണ്. അടുത്ത നോക്കിക്കേ, 4 എണ്ണത്തിൽ 3 എണ്ണം എന്ന് പറഞ്ഞാൽ 3/4. അടുത്തത് 8 എണ്ണത്തിൽ 4 എണ്ണം. അപ്പം നിങ്ങൾക്ക് 4/8 എന്ന് എഴുതാം അല്ലേ. ഈ 4/8 ഒന്ന് ചെറുതാക്കിയാൽ നേരെ ചെറിയ കുഞ്ഞ് ഫ്രാക്ഷൻ ആക്കി നോക്കിക്കേ, എന്ത് കിട്ടും നിങ്ങൾക്ക്? 1/2 എന്ന് കിട്ടും അല്ലേ. 4/8 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, 12 സെക്ഷനിൽ അല്ലേ. യെസ്, 12 എണ്ണത്തിൽ 4 എണ്ണം. അപ്പം നിങ്ങൾക്ക് 4/12 എന്ന് കിട്ടും. അത് 4/12 ഒന്ന് ചെറുതാക്കിയാൽ 1/3 എന്നും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവയിൽ തുല്യമായ ഭിന്നസംഖ്യകൾ ഏതെല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് among these which are the equal fractions. കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെയാണ് ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ട് അവിടെ വരുന്നത് നോക്കിക്കേ. ഇത് ഇവിടെ 1/2 ഉണ്ട്, ഇത് ഇവിടെയും 1/2 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറും മൂന്നാമത്തെ പിക്ചറും സെയിം ഫ്രാക്ഷനാണ്. അത് ആ പിക്ചറിൽ തന്നെ കാണുന്നുണ്ടല്ലേ. പകുതി ഭാഗമാണ് ഇവിടെ എന്താക്കിയത്, ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അവിടെ ആൻസർ കൊടുക്കാം. എന്ത്, ഒന്നാമത്തെ പിക്ചറും അടുത്ത മൂന്നാമത്തെ പിക്ചറും ഇവിടെ എന്തായിട്ട് വരുന്നുണ്ട്, ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ടുള്ള 1/2 ആയിട്ട് വരുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ നിങ്ങൾ, എന്താണ്, 3/4 ആൻഡ് 4/12 എന്നിവയ്ക്ക് ഓരോന്നിനും തുല്യമായിട്ടുള്ള ഭിന്നം എഴുതണം. റൈറ്റ് ദ ഈക്വൽ ഫ്രാക്ഷൻ ഫോർ ദ ഫോളോയിങ് 3/4 ആൻഡ് 4/12. അതും സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് 3/4. അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? യെസ്, അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മുകളിലും താഴെയും ഒരുപോലെയുള്ള സംഖ്യ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിലും മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താലും സെയിം ആൻസർ കിട്ടും. അപ്പോൾ ഞാനിവിടെ നോക്കിക്കേ, മുകളിലും താഴെയും ഒരേപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായിട്ട് മാറും? 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണല്ലേ. അപ്പോൾ 3/4 എന്ന് പറഞ്ഞാലും 6/8 എന്ന് പറഞ്ഞാലും സെയിം ഫ്രാക്ഷനാണ്, അവിടെ ഒരു മാറ്റവും ഇല്ല. അതുപോലെ നിങ്ങൾക്ക് 4/12 മാറ്റി എഴുതിക്കൂടെ. അപ്പോൾ 4/12 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം. മുകളിലും താഴെയും ഒരേപോലെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ സെയിം ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആ 4/12 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പകരം നിങ്ങൾ ആൻസർ പറയുക. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ നിറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആരാണ് ആദ്യം ആൻസർ പറഞ്ഞെന്നുള്ളത് ഞാൻ നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.